എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ഒറ്റ വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഈ പോളിംഗ് നടന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. കൂടാതെ കേന്ദ്രത്തിൽ മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന തരത്തിലുള്ള കണക്കുകൂട്ടലുകളുമുണ്ട്. ഫലങ്ങൾ മാറിമറിയാനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല. ഈ എക്സിറ്റ് പോളുകളെയെല്ലാം തലകീഴായി മറിക്കുന്ന തരത്തിലുള്ള ഫലമായിരിക്കും അടുത്ത ദിവസം വരാൻ പോകുന്നത്. ഇടതുപക്ഷം ഒരു മൂലയിൽ ചുരുണ്ടുകൂടി പോകില്ല എന്ന വിശ്വാസം പാർട്ടി നേതൃത്വത്തിനുണ്ട്. എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്ന് LDF കൺവീനർ E.P. ജയരാജൻ പറഞ്ഞു. എല്ലാ മേഖലയിലും ജാഗ്രത ഉണ്ടാവണമെന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞിരുന്നു. ഈ നിലപാട് ശരിവെക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലമെന്നും ജയരാജൻ പറഞ്ഞു. ബി.ജെ.പി. 3 സീറ്റിൽ വിജയിക്കുമെന്നും പോളിംഗിൽ പറയുന്നുണ്ട്. എന്നാൽ ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. E.P. ജയരാജൻ പറഞ്ഞതാണ്. ഇതുതന്നെയാണ് വരുന്ന ദിവസം നടക്കാൻ പോകുന്നതും. കേരളത്തിൽ ഇടതു തരംഗം തന്നെ ഇത്തവണ ആവർത്തിക്കും. എക്സിറ്റ് പോളുകൾ പോലും അട്ടിമറിക്കുകയാണ് ബി.ജെ.പി. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും കേരളത്തിൽ വർഗീയത പരത്താൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇടതുപക്ഷം. മോദിക്ക് അനുകൂലമായ രീതിയിലുള്ള എക്സിറ്റ് പോളുകളിൽ പല പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പല നേതാക്കളും. ബി.ജെ.പി. പറഞ്ഞതുപോലെയുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ബി.ജെ.പി. പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള നിലപാടാണ് എല്ലാ എക്സിറ്റ് പോളുകളും സ്വീകരിച്ചിട്ടുള്ളത്. എക്സിറ്റ് പോളിൽ പോലും അട്ടിമറി ഉണ്ടാകാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ന്യൂ ജനറേഷൻ സമ്പന്നരാണ്, ലോകകാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ്. അവരുടെ നിലപാട് തന്നെ മതനിരപേക്ഷതയാണ്. A.K. ബാലനും ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഇത്തവണ മോദി വിരുദ്ധ വികാരമായിരിക്കും ഉണ്ടാകുന്നത്. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ഇവർ ശ്രമിച്ചു. ഈ ഘടകങ്ങളെല്ലാം നിലനിൽക്കെ ബി.ജെ.പിക്ക് അനുകൂലമായ എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ല. ബി.ജെ.പി. അനുകൂല സർവേ പച്ച നുണയെന്നും A.K. ബാലൻ കൂട്ടിച്ചേർത്തു.